ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ചില ആളുകൾക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലരുമായിട്ട് കാണാനും പലരുമായിട്ട് നമ്മൾ സംസാരിക്കാനും ഒക്കെ സംഭവിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മളങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പലരുടെയും സ്വഭാവങ്ങൾ മനുഷ്യനാണ്. പല രീതിയിലായിരിക്കും എല്ലാവരും പെരുമാറുന്നതും സ്വഭാവങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ നമുക്ക് മനസ്സ് എന്നൊന്നുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരോട് നന്നായി പെരുമാറാനും അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമുക്ക് അനുകമ്പ, കരുണ, അതുപോലെ സ്നേഹം ഇതൊക്കെ നമുക്ക് തോന്നാനും കഴിയുള്ളൂ. നമുക്കൊന്നും സാമ്പത്തികം ഒന്നും അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പുഞ്ചിരി മതി ഒരാളുടെ വിഷമം മാറ്റാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് പുഞ്ചിരിക്കാനും നന്നായി സംസാരിക്കാനും കഴിഞ്ഞാൽ തന്നെ അതൊരു നല്ല കാര്യമാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരോട് മാത്രമല്ല നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറയാൻ കാരണം നമുക്ക് ജന്മം കൊണ്ടും മാത്രമല്ല കർമ്മം കൊണ്ടും നമുക്കൊരു അമ്മയാവാനും ഒരു അച്ഛനാവാനും ഒരു മകളാവാനും ഒരു മകനാവാനും ഒക്കെ കഴിയും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും വിവാഹപ്രായം ആയി കഴിഞ്ഞാൽ വിവാഹമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മുടെ പ്രസവിച്ച അമ്മ പോലെ തന്നെയാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവിന് ഭാര്യയുടെ അമ്മയും അല്ലേ. അതുമല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ആ ഒരു പ്രായം ഏകദേശം ഒരു ഏജ് കഴിഞ്ഞാൽ ഉള്ള ആളുകളെ നമ്മൾ അമ്മ എന്ന് തന്നെയാണ് സംബോധന ചെയ്യുക അല്ലേ. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഇതനുസരിച്ചിരിക്കും. അല്ലാത്ത രീതിയിൽ പെരുമാറുന്നവരും ഉണ്ടായിരിക്കാം. നമുക്ക് നമ്മുടെ അമ്മയെ പോലെ തന്നെ ഭർത്താവിൻ്റെ അമ്മയെ കാണാനും അതുപോലെ തന്നെ അവരോട് നന്നായി പെരുമാറാനും നമ്മൾ ശ്രമിക്കുക വേണം. അപ്പോൾ അത് ഏതൊരു വീട്ടിലേക്കും ആദ്യമായിട്ട് കയറി വരുന്ന ഒരു പെൺകുട്ടി ആ രീതിയിൽ തന്നെ പെരുമാറണം. വന്നിട്ട് 1-2 ദിവസം നമ്മളോട് നന്നായി സംസാരിച്ചു, നമ്മളെ കെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും നമ്മളെ ഫോൺ ചെയ്തു അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിച്ചത് കൊണ്ട് ഒരു നല്ല മരുമകൾ ആയിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ആ മരുമകൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പെരുമാറുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിലും ഒരു നല്ല അമ്മായിയമ്മ ആയിക്കൊള്ളണമെന്നില്ല. കാരണം കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെയാണ് ഓരോരുത്തർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാനും അവർ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അറിയാനൊക്കെ പറ്റുള്ളൂ അല്ലേ. കാരണം ഒരമ്മ പ്രസവിച്ച എടുത്തി അനിയത്തിമാർ തമ്മിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ പിന്നെ പുറമേ നിന്നൊരു വീട്ടിൽ നിന്ന് വന്ന 2 വ്യക്തികൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. പക്ഷെ അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അല്ലേ. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാൻ തന്നെയാണ് പറ്റുള്ളൂ. എനിക്കിഷ്ടമുള്ളതുപോലെ മറ്റൊരു വ്യക്തി പെരുമാറിക്കൊള്ളണമെന്നില്ല, മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ പെരുമാറിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതങ്ങനെ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പരസ്പരം അത് മനസ്സിലാക്കിയിട്ട് ജീവിച്ച് പോകാൻ തന്നെയാണ് പറ്റുള്ളൂ. ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പലരും മകൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ അവർ വേറെ പോയി താമസിച്ചോട്ടെ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവനവന് വൈക്കുന്ന കാലത്ത് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാം, അത് കഴിഞ്ഞ് പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ അസുഖബാധിതരാകുമ്പോഴോ അല്ലേ അപ്പോൾ അപ്പോഴത്തെ കാര്യം പോലെ തീരുമാനിക്കാം എന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് നല്ലതാണ്. എന്നും ആ സ്നേഹം നിലനിന്ന് പോവും. അല്ലെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ചില കുട്ടികൾക്ക് നമ്മളൊരു പുതിയ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ജീവിച്ച സാഹചര്യത്തിൽ നിന്നും വ്യത്യാസമായിട്ട് തന്നെ അവർ പെരുമാറാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ അമ്മ ആ വീട്ടിലത്തെ എല്ലാമായിട്ട്, അതായത് ഒരു വീട്ടമ്മ ആ വീട്ടിലെ എല്ലാവരുടെയും അച്ഛൻ്റെയും മക്കളുടെയും എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി, അടുക്കള കാര്യങ്ങളും എല്ലാം നോക്കി, അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്ത് കൊടുത്ത് അവരുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് ഓരോന്നും തയ്യാറാക്കി കൊടുത്ത് ജീവിച്ച് പോകുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടി വന്ന് കയറി കഴിഞ്ഞാൽ ചിലവരത് മുൻകൂട്ടി തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നവരുണ്ടായിരിക്കാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർക്ക് ഒരു ഈഗോ അല്ല, ഞാനെല്ലാം കൊണ്ട് നടന്ന വ്യക്തി പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ അത് മാനസികമായിട്ട് അവർക്കൊരു വിഷമം, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഒക്കെ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അതിലേക്കൊന്നും നമ്മൾ കിടക്കണില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭർത്താവിൻ്റെ ആ അമ്മ ഉണ്ടായിട്ടാണ് ആ മകൻ ജനിച്ചത്. ആ മകൻ ജനിച്ചത് കൊണ്ടും ആ അമ്മ വളർത്തിയത് കൊണ്ടും ആണ് നമുക്ക് അവരെ ഭർത്താവായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആ ഭർത്താവിനെ പോലെ തന്നെ നമ്മൾ ആ അമ്മേനെയും കരുതുക.
പിന്നെ മാത്രമല്ല ചിലപ്പോൾ എത്രയൊക്കെ നന്നായിട്ട് പെരുമാറിയാലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന മകനാച്ചാലും ചിലപ്പോൾ ജീവിതത്തിൽ സുഖമില്ലാത്ത നമ്മൾ വിവാഹം ചെയ്ത് ജീവിക്കുമ്പോഴാണ് അറിയുക ആ മകൻ്റെ സ്വഭാവ വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മാനസികമായിട്ട് അകൽച്ചയും കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ അതൊന്നല്ല, നമ്മളല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന് മനസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വഴിയെ പോകുന്ന ഒരാളെ പോലും, അതായത് വഴിയെ പോകുന്ന ഒരാൾ ഞാൻ പറയാൻ കാരണം, നമ്മൾ കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരു വ്യക്തിയെ കണ്ടാലും നമ്മൾ അമ്മ എന്ന് അഭിസംബോധന ചെയ്യും. എന്താ അമ്മയെ, അമ്മയ്ക്ക് എന്താ, അല്ലെങ്കിൽ എന്താ വേണ്ടത് നമ്മൾ ചോദിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ചിട്ടകൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളതിനെ പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നത്. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാത്ത കുടുംബമാണെങ്കിൽ പോലും അങ്ങനത്തെ കഴിവുകളായിട്ട്, അതായത് മറ്റൊരാളോട് പെരുമാറാനുള്ള ഒരു കഴിവായിട്ടുള്ള കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സ്വയം നമുക്ക് തോന്നാം, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ചിലപ്പോൾ അമ്മമാരായിട്ട് കാണാനോ അല്ലെങ്കിൽ പെരുമാറാനോ ശ്രമിക്കാത്തവരും ഉണ്ട് കേട്ടോ. ചില അമ്മമാരുണ്ട്, എൻ്റെ മകൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അമ്മായിമ്മനെ ചിലപ്പോൾ നോക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ അച്ഛനെ നോക്കേണ്ടി വന്നാലോ, അപ്പോൾ അതുകൊണ്ട് വേറെ വീട് വെച്ച് താമസിക്കാനായിട്ട് മുൻകൈയെടുത്ത് വേറെ വീടൊക്കെ വെച്ച് കൊടുത്ത് ജീവിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ ആ അമ്മയ്ക്ക്, അതായത് തൻ്റെ മകളെ അങ്ങനെ ചെയ്യുമ്പോൾ ആ അമ്മ ഒന്ന് ചിന്തിക്കണം, ചിലപ്പോൾ ഈ അമ്മയ്ക്കും പ്രായമായി വയ്യാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മകൾ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ പലർക്കും സംഭവിക്കുന്നുണ്ട്. ആർക്കാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല അല്ലേ. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് എന്തും ചെയ്യാനുള്ള തൻ്റെ കാര്യങ്ങളുള്ളപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പക്ഷെ പ്രായമായി വരുമ്പോഴാണ് നമുക്കിതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ആ സമയത്ത് നമ്മൾ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം ഇന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്കും ഈ പ്രായം ആയി വരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം. പിന്നെ ഒന്നുണ്ട്, ചെറുപ്പകാലങ്ങളിൽ തൻ്റെ ഇടമായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ സംസാരവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രായമായി അവരെ നോക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, ഇല്ല ഞാൻ പറയണില്ല. അപ്പോൾ എന്നാലും നമ്മൾക്കൊരു കടമ ഉണ്ടല്ലോ അല്ലേ. ചിലപ്പോൾ നമുക്കൊക്കെ ദേഷ്യം വരും. പ്രായമായി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം കുട്ടികളെയൊക്കെ വലുതായിട്ട് മാറിപ്പോവും. അപ്പോൾ നമുക്കതൊക്കെ ദേഷ്യമൊക്കെ വരും. മനുഷ്യനല്ലേ, ദേഷ്യം വരാത്തവരൊന്നും ഉണ്ടാവില്ല. എന്നാലും കടമകൾ നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്ക് നാളെ എങ്ങനെ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ചോദിക്കും, മാനം വീഴിച്ചിട്ട് മുട്ടിടാൻ പറ്റുമെന്ന് ചോദിക്കും. എന്നാലും അങ്ങനെയല്ലല്ലോ. നമ്മൾ നാളെ എന്നല്ലെങ്കിൽ ഇനി നമ്മുടെ ജീവിതം എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറാനും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനത്തെ ചിന്തകളില്ല. ഇന്നിപ്പോൾ സാമ്പത്തികം ഉണ്ട്, ആരോഗ്യമുണ്ട്, എന്തും ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത വ്യക്തികളുണ്ട്. അവർക്കാണ് ഈ അഹങ്കാരം തലയ്ക്ക് പിടിക്കുക എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛം അല്ലെങ്കിൽ മറ്റുള്ളവർ ആരുമല്ല എന്ന തോന്നലൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക. നമ്മുടെ വായിന്ന് അറിയാതെ പറ്റിപ്പോകുന്ന വാക്കുകൾ ചിലപ്പോൾ നമ്മൾ മനസ്സുകൊണ്ടൊന്നും ചിന്തിക്കാതെ പോലും നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരികയാണെങ്കിൽ പോലും നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവും. അതല്ല, നമ്മൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴിയുന്നതും മറ്റൊരാൾക്ക് ദ്രോഹങ്ങൾ ചെയ്യാതെ ജീവിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. നന്മ ചെയ്യുന്നവന് എന്നും ചിലപ്പോൾ ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവുള്ളൂ. അത് സാരമില്ലാന്ന് ദൈവം നമ്മൾ ഭൂമിയിലേക്ക് വിടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അതുപോലെയൊക്കെ തന്നെയല്ലേ നടക്കുള്ളൂ അല്ലേ. അപ്പോൾ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുന്നു പറയുന്നത് എത്രയോ ശരിയാണ്. ദുഷ്ടരായ വ്യക്തികൾക്ക് നല്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. പലർക്കും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ട് മറ്റൊരാൾ വളരുന്നതിലോ അല്ലെങ്കിൽ മറ്റൊരാൾ സന്തോഷമായി ജീവിക്കുന്നതിലോ നമുക്ക് യാതൊരു പരാതിയില്ല, ദുഃഖവുമില്ല. അവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ അവർ നന്നായി ജീവിക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം മറ്റൊരാളുടെ ദുഃഖം നമുക്ക് കാണണ്ടല്ലോ, അതാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാവട്ടെ, നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ആ മനസ്സുകൊണ്ട് നമുക്ക് മറ്റൊരാളോട് നന്നായി പെരുമാറാനും ആ മറ്റൊരാളെ നമ്മൾക്ക് അവരോട് കരുണയും സ്നേഹവും കരുതലും ഒക്കെ ആയിട്ട് ജീവിക്കാനും കഴിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കാനായിട്ട് നമ്മളും നമ്മുടെ മക്കളെയും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പഠിപ്പിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.